അത് മാറി. ഫെബ്രുവരി 28-നുള്ള ഒരു അസംഷൻസും ഇപ്പൊ വെച്ചോണ്ടിരിക്കരുത്, അത് മാറി. ഈ ഡയലോഗ് കേൾക്കുമ്പോഴേ ഓർത്തോണം, ഇവന് ഒരു മാങ്ങാത്തൊലി അറിയത്തില്ല, കംപ്ലീറ്റ്ലി മാറി. നമ്മൾ ഫിനാൻഷ്യലി എവിടെ നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാതെ, ആ ട്രൂത്ത് മനസ്സിലാക്കാതെ, പിന്നെ പണ്ട് ഗൾഫ് വാർ വന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നുള്ളൂ, അന്ന് നമ്മൾ ഇതിനൊക്കെ എത്ര ആ റിയാലിറ്റി മനസ്സിലാക്കാതെ യാതൊരു കാരണവശാലും. അതുകൊണ്ട് ഇപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന്, ശരിയാണോ? തലയ്ക്ക് മേലെ കൂടെ മിസൈൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാവും പണ്ടത്തെ കുവൈറ്റ് വാറിന്റെ കാര്യം പറയാം. കംപ്ലീറ്റ് നോൺസെൻസ്. ഇന്ന് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഇതാണ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ട്രൂത്ത്. ആ ഈഗോ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഐ നോ മൈ ബിസിനസ്. ഇതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാണ്. കൊടുക്കാനുള്ളത് എന്ന് പറയുന്ന റിയാലിറ്റിയാ, കൊടുത്തേ പറ്റൂ. പക്ഷെ കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് പ്രതീക്ഷയാണ്, എക്സ്പെക്റ്റഡ് ആണ്. വാട്ട് ഈസ് ദ റിയാലിറ്റി? അത് നമ്മൾ അറിഞ്ഞിരിക്കും. എങ്ങനെയാണ് ഒരു ബിസിനസ്സുകാരൻ ഒരു കമാൻഡോ ഓഫീസറായിട്ട് തന്റെ ബിസിനസിന്റെ ഇന്നത്തെ അവസ്ഥ, ഇന്ന് എന്താണ് സ്ഥിതി എന്ന് തിരിച്ചറിയാൻ 4 റിയാലിറ്റി, 4 ട്രൂത്ത് യു ഹാവ് ടു ഐഡന്റിഫൈ. ഒന്നാമത്തതാണ് ഫിനാൻഷ്യൽ ട്രൂത്ത്. ഫിനാൻഷ്യൽ ട്രൂത്ത്. ഫിനാൻഷ്യലി ബിസിനസ്സിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ വേഗമായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് കുഴപ്പമൊന്നുമില്ല, മാർക്കറ്റ് ഒരു ഇത്തിരി സ്ലോ ആണ്, ഞങ്ങൾ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ഇതല്ല റിയാലിറ്റി ചെക്ക്. സെയിൽസ് ഓക്കെയാണ്, മാർക്കറ്റ് ഡൗൺ ആണ്, ഞങ്ങൾ എങ്ങനെയൊക്കെയോ കുഴപ്പമില്ലാതെ ഈ മാസം പോകുന്നു, ഇതൊന്ന് കഴിയട്ടെ. ദിസ് ഈസ് വേഗ്. ഫിനാൻഷ്യൽ ട്രൂത്തിന്റെ അകത്ത് നമ്മൾ അറിയുന്നത് ഇതാണ്, ഹൗ മച്ച് ക്യാഷ് ഇൻ ദ ബാങ്ക് ടുഡേ. ഇന്ന് ക്യാഷ് ഇൻ ഹാൻഡ് എത്രയുണ്ട്? ഒന്ന്. അടുത്ത 7 ദിവസത്തിൽ ഞാൻ ആർക്കൊക്കെ പേയ്മെന്റ് കൊടുക്കാനുണ്ട്? പേയ്മെന്റ് ഡ്യൂ ഇൻ നെക്സ്റ്റ് 7 days. അടുത്ത 14 ദിവസത്തിൽ എനിക്ക് എവിടുന്നൊക്കെ കളക്ഷൻസ് വരാനുണ്ട്, എവിടുന്നൊക്കെ കാശ് കിട്ടാനുണ്ട്. സോ ഞാനൊരു ചെക്ക് ലിസ്റ്റ് അങ്ങ് ഉണ്ടാക്കി തരാം. ഒന്ന്, ഹൗ മച്ച് ക്യാഷ് ഇൻ ബാങ്ക് ഓർ ഹാൻഡ്. ക്യാഷ് റിസർവ് എന്താണുള്ളത്? ക്യാഷ് എത്രയുണ്ട് നമ്മുടെ കയ്യിൽ? ദാറ്റ് ഈസ് ദ നമ്പർ 1 ക്വസ്റ്റ്യൻ. 2, എന്തൊക്കെയാണ് പേയ്മെന്റ് ഡ്യൂ ഇൻ നെക്സ്റ്റ് 7 days. 7 daysലുള്ള പേയ്മെന്റ് ഡ്യൂസ് നമുക്ക് അപ്ഫ്രണ്ട് നമ്മളുടെ കയ്യിൽ എപ്പോ കണക്ക് ചോദിച്ചാലും അടുത്ത 7 ദിവസം നമ്മൾ ആർക്കൊക്കെ കൊടുക്കാനുണ്ട്, ഈ കണക്ക് നമ്മുടെ കയ്യിൽ എവറി ഡേ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇത് വീക്കിലി ഒരിക്കലും ഉണ്ടാക്കുകയല്ല. തിങ്കളാഴ്ച ഉണ്ട്, നെക്സ്റ്റ് 7 days. ചൊവ്വാഴ്ച ഉണ്ട്, നെക്സ്റ്റ് 7 days. ബുധനാഴ്ച ഉണ്ട്, നെക്സ്റ്റ് 7 days. അതല്ലാതെ ഒരാൾക്ക് കൊടുക്കാനുള്ള പണത്തെക്കുറിച്ച് ഇന്ന് രാവിലെയോ അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ടോ അല്ല അറിയേണ്ടത്. നാളെ നമ്മൾ ഇന്നവർക്ക് ഇത്ര കൊടുക്കാനുണ്ട് എന്നുള്ളത് 7 ദിവസം മുന്നേ നമ്മൾ അറിയണം. അതുപോലെ തന്നെ അറിയേണ്ട കാര്യമാണ് കളക്ഷൻസ് എക്സ്പെക്റ്റഡ്. ഇത് 7 ദിവസത്തെ അല്ല, 14 ദിവസത്തെ നമുക്കറിയാൻ സാധിക്കണം. കാരണം ഈ കൊടുക്കാനുള്ളത് ഈസ് എ റിയാലിറ്റി, കിട്ടാനുള്ളത് ഈസ് ആൻ അസംഷൻ. എന്തുകൊണ്ട് കൊടുക്കാനുള്ളത് 7 ദിവസവും കിട്ടാനുള്ളത് 14 ദിവസത്തെയും കണക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം. കൊടുക്കാനുള്ളത് എന്ന് പറയുന്ന റിയാലിറ്റിയാ, കൊടുത്തേ പറ്റൂ. പക്ഷെ കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് പ്രതീക്ഷയാണ്, എക്സ്പെക്റ്റഡ് ആണ്. സോ ആ 7 daysലെ ലിസ്റ്റ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ പലപ്പോഴും ഈ 7 daysൽ നമുക്ക് ആ കറക്റ്റ് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമുക്കറിയാം ഇവരുടെ പേയ്മെന്റ് പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ചിലരെ അറിയാൻ പറ്റും. അവര് ചവിട്ടാൻ സാധ്യതയുണ്ടോ, അവർ 2 ദിവസം ഡിലേ വരുത്തുവോ, അവര് ലാസ്റ്റ് മൊമെന്റിൽ അവർ മാറ്റി പറയുവോ, ഇതൊക്കെ നമുക്കറിയാൻ പറ്റും. സോ ഒന്ന്, ക്യാഷ് ഇൻ ബാങ്ക്. 2, പേയബിൾ ഇൻ നെക്സ്റ്റ് 7 days. 3, റിസീവബിൾസ് ഓർ കളക്ഷൻസ് എക്സ്പെക്റ്റഡ് ഇൻ നെക്സ്റ്റ് 14 days. അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ എപ്പോഴും കൃത്യമായി വേണ്ടതാണ് വാട്ട് ഈസ് യുവർ ഫിക്സഡ് കോസ്റ്റ്. ഒരു മാസത്തെ നമ്മളുടെ ഫിക്സഡ് ആയിട്ടുള്ള ചെലവ് എത്രയാണ്, ഇത് കൃത്യമായി അറിയണം.
അതുപോലെ തന്നെയാണ് നമ്മളുടെ റൺവേ. വാട്ട് ഈസ് യുവർ റൺവേ? അത് കൃത്യമായി അറിയണം. റൺവേ എന്താണ്? വാട്ട് ഈസ് റൺവേ? ഒരു ബിസിനസിന്റെ അകത്ത് പ്രതിസന്ധി വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നതാണ് റൺവേ. റൺവേ മീൻസ് ഇന്ന് നമ്മളുടെ ഇൻകം നിന്നു പോയാൽ, വരുമാനം നിന്നു പോയാൽ എത്ര നാള് നമ്മുടെ ബിസിനസ് പ്രതിസന്ധി ഇല്ലാതെ അതിന്റെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് റൺവേ. അത് ചില കമ്പനികളെ സംബന്ധിച്ച് ഒരു ദിവസം മാത്രമായിരിക്കും ആ റൺവേയുടെ നീളം. അവിടെ എന്താ സംഭവിക്കും? ഇങ്ങനെ നമ്മളത് ഇങ്ങനെ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം നമ്മളിങ്ങനെ ബിസിനസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ഫ്ലൈറ്റ് ആയിട്ട് കാണുക. ഇത് നമ്മളുടെ റൺവേയിൽ നിന്ന് പറന്നുയർന്നതാണ്. ഇത് നമ്മുടെ റൺവേ ആണ്. ഓക്കെ, ഈ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ പറന്നുപോയി. നമ്മുടെ ബിസിനസ്സാണേ, ഇതിങ്ങനെ പറന്നുപോയി. ഇത് നമ്മുടെ പ്രതീക്ഷ ഇതിങ്ങനെ പോയിട്ട് അത് വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തും എന്നുള്ളതാണ്. പക്ഷെ പെട്ടെന്ന് ഇതിന് ഒരു എൻജിൻ ഫെയില്യൂർ ഉണ്ടായി. എൻജിൻ ഫെയില്യൂർ ഉണ്ടായിട്ട് ഈ ഫ്ലൈറ്റ് പെട്ടെന്ന് താഴേക്ക് ഇറക്കേണ്ടി വരികയാണ്. ഇറക്കേണ്ടി വരുന്ന സമയത്ത് ചോദ്യം ഇതാണ്: നിങ്ങളുടെ റൺവേക്ക് എത്ര നീളമുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഇത് താഴോട്ട് വരുന്ന, ഇത് മുകളിലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരുന്നതാ. ഇത് താഴേക്ക് വീഴുന്ന സമയത്ത്, താഴേക്ക് വരുന്ന സമയത്ത്, ഇത് ഇവിടെ വന്ന് മുട്ടുന്ന സമയത്തൊക്കെ നമുക്ക് ലോസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോസ് മീൻസ് വരുമാനം ഇല്ല താനും, എന്നാൽ ചെലവുണ്ട് താനും. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഫ്ലൈറ്റ് ഇവിടെ വന്ന് മുട്ടുമ്പോൾ എത്ര സ്പീഡിൽ ഇത് ഓടുമെന്ന് നമുക്കറിയത്തില്ല. കാരണം അത്രയും ഹൈറ്റിൽ പോയിക്കൊണ്ടിരുന്ന ഫ്ലൈറ്റ് ആണ്. പെട്ടെന്ന് വന്ന് താഴെ കുത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഫ്ലൈറ്റിന് ഓടാനുള്ള റൺവേ അവിടെ ഇല്ല എങ്കിൽ, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു മംഗലാപുരത്ത് സംഭവിച്ച പോലെ, ആ ഒരു ഫ്ലിപ്പിൽ വന്നിട്ട് അത് താഴേക്ക്, ആ ക്ലിപ്പിൽ നിന്ന് താഴേക്ക് അങ്ങ് വീഴും. അപ്പൊ ചോദ്യം ഇതാണ്: നിങ്ങളുടെ റൺവേക്ക് എത്ര നീളമുണ്ട്? 1 രൂപ പോലും വരുമാനം ഇല്ലെങ്കിൽ എത്ര നാള് നിങ്ങളുടെ ബിസിനസ് ജീവനോടെ ഇരിക്കും? ചിലർക്കത് ഒരു ദിവസം പോലും പറ്റില്ല, ചിലർക്കത് 1 മാസത്തേക്ക് പറ്റും, ചിലർക്ക് 2 മാസം, 3 മാസം, 4 മാസം, 6 മാസം. ഇത് എത്ര നീളം കൂടുന്നോ റൺവേക്ക് അത്രയും കോൺഫിഡൻസ് ആയിരിക്കും നമുക്ക്. കാരണം എന്താ? ഇപ്പം ഫെബ്രുവരി 28 തൊട്ട് ഇങ്ങോട്ട് തുടങ്ങിയ ഒരു പ്രതിസന്ധി ഉണ്ടായി. ഈ ഒരു മാസം ആരെയൊക്കെ ഇത് ബാധിച്ചിട്ടില്ലയോ, അതിന്റെ അർത്ഥം എന്താണ്? യു ഹാവ് എ റിസർവ് ഓഫ് 1 മന്ത്. 1 മാസത്തേക്കുള്ള റിസർവ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മാസം പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇതേ പ്രതിസന്ധി നമുക്ക് 1 മാസം കൂടെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ, സെക്കൻഡ് മന്ത്, ഒരു കാര്യം ഓർത്തോണം, ഈ മാസം എത്ര പേര് പിടിച്ചു നിന്നോ അതിന്റെ പകുതിയെ പിടിച്ചു നിൽക്കാൻ പറ്റും അടുത്ത മാസം. ബാക്കി പകുതി മുങ്ങും. ഇതൊരു 3 മാസം നീണ്ടു നിന്നാൽ ഇന്ന് മാർക്കറ്റിലുള്ളതിന്റെ 90% അവിടെ ഉണ്ടാവത്തില്ല. ഇന്ന് മാർക്കറ്റിലുള്ള കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റിലെ പ്ലേയേഴ്സ് 90% ഇല്ലാതെയാകും. കാരണം 90%ത്തിനും ദേ ഡോണ്ട് ഹാവ് എ ക്യാഷ് റിസർവ് ഓഫ് മോർ ദാൻ 2 months. 2 മാസത്തിൽ കൂടുതൽ വരുമാനം ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ബിസിനസ്സുകളുടെ എണ്ണം വളരെ 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 കുറവാണ്. കാരണം അവരുടെ റൺവേയുടെ നീളം അത്രയും കുറവാണ്. നിങ്ങൾ മാർക്കറ്റിലേക്ക് ഒന്ന് നോക്കിക്കേ, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ ഒന്ന് നോക്കിക്കേ. അവരിൽ എത്ര പേര് അവര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്? ആണോ? പാനിക്കായിട്ട് അവര് ബാങ്കിന്റെ പിന്നാലെയോ ലോൺ എടുക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന എത്ര പേരെ നിങ്ങൾക്കറിയാം? നമുക്കെന്താ അതില്ലാത്ത? വി ആർ പ്രിപ്പയർഡ്. അതിന്റെ ഒറ്റ റീസൺ ഇതാണ്: നമ്മളുടെ റൺവേക്ക് നീളമുണ്ട് എന്നുള്ളതാണ്. ആർ യു വിത്ത് മീ? യെസ്. സോ നമ്മൾ അറിയേണ്ട ഫിനാൻഷ്യൽ നമ്പേഴ്സിൽ ഒന്നാണ് റൺവേ. എത്ര നാളത്തെ ക്യാഷ് റിസർവ് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഓപ്പറേഷൻസിൽ ഓപ്പറേഷണൽ ക്യാഷ് ഫ്ലോ എന്താണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റണം. ഓപ്പറേഷൻ ക്യാഷ് ഫ്ലോ രണ്ടാമത്തെ ട്രൂത്ത്. അപ്പം ഇത് നമ്മളുടെ ബിസിനസ് ഫിനാൻസിന്റെ സത്യാവസ്ഥ, നമ്മൾ റിയാലിറ്റി തിരിച്ചറിയുന്നു. രണ്ടാമത്തതാണ്
മാർക്കറ്റ് ട്രൂത്ത്. മാർക്കറ്റ് ട്രൂത്ത്. അപ്പം എന്താണ് ബിസിനസിന്റെ അകത്ത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ട്രൂത്തിൽ മനസ്സിലാക്കിയതെങ്കിൽ, മാർക്കറ്റ് ട്രൂത്തിൽ മനസ്സിലാക്കുന്നത് വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഔട്ട്സൈഡ് ദ ബിസിനസ്. ബിസിനസ്സിന് പുറത്തെന്താണ് സംഭവിക്കുന്നത്? ഒരു കടക്കണിയിൽ നിൽക്കുന്ന ഒരു രാജ്യം, അത് യുദ്ധത്തിന് പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ നമ്മുടെ അയൽ രാജ്യത്തോട്ടൊന്ന് നോക്കിയാൽ മതി, അവരവിടെ പൊട്ടിക്കാൻ പോയിട്ടുണ്ട്. അവരെന്ത് കണ്ടിട്ടാ ഇപ്പം അവിടെ പോയിരിക്കുന്നത് എന്നൊരു പിടിയും കിട്ടുന്നില്ല. നമ്മുടെ സുഹൃത്തുക്കളുണ്ടല്ലോ, അവരെന്ത് കണ്ടിട്ടാണ് ഇപ്പൊ യുദ്ധത്തിന് പോയിരിക്കുന്നത്? അവിടെ ഗോതമ്പ് കിട്ടുന്നില്ല, മണ്ണെണ്ണ കിട്ടുന്നില്ല, പെട്രോള് കിട്ടുന്നില്ല, ഡീസലും കിട്ടുന്നില്ല, പക്ഷെ യുദ്ധത്തിന് ഒരു കുറവുമില്ല. ഇതെന്താ ഇപ്പൊ ചെയ്തിരിക്കുന്നത്? കടം വാങ്ങിച്ചിട്ടാ യുദ്ധം ചെയ്യാൻ പോയിരിക്കുന്നത്. അപ്പൊ ഈ ആർക്കാണ് ആ സ്ട്രെങ്ത് കിട്ടും? പിന്നെ അതിനേക്കാൾ പാപ്പരസിയുടെ അടുത്താ പോയിരിക്കുന്നത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതിന്റെ റിയാലിറ്റി മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഫിനാൻഷ്യലി എവിടെ നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാതെ, ആ ട്രൂത്ത് മനസ്സിലാക്കാതെ, ആ റിയാലിറ്റി മനസ്സിലാക്കാതെ യാതൊരു കാരണവശാലും. അതുകൊണ്ട് ഇന്ന് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഇതാണ്: നിങ്ങളുടെ ഫിനാൻഷ്യൽ ട്രൂത്ത് നിങ്ങൾ തിരിച്ചറിയണം. ട്രൂത്ത്. ബിസിനസ്സിന് പുറത്ത് എന്താണ് സംഭവിക്കുന്നത്? കസ്റ്റമേഴ്സിന്റെ സ്പെൻഡിങ് ഹാബിറ്റിൽ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത്? അത് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ടോ? അവരുടെ സ്പെൻഡിങ് അവർ കുറച്ചിട്ടുണ്ടോ? അവർ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുണ്ടോ? വില നോക്കി സാധനങ്ങൾ മേടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അവര് സേഫ് ആണോ? അവരെന്തിനാണ് ഇപ്പൊ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടിരിക്കുന്നത്? പ്രീമിയം ബയ്യേഴ്സ് ഇപ്പോഴും വാങ്ങിക്കുന്നുണ്ടോ? അത് ഏതൊക്കെ സെഗ്മെന്റിലുള്ള ആളുകളാണ് ഇപ്പോഴും ഒരു പ്രശ്നമില്ലാതെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ കറക്റ്റായിട്ട് അവരെ ഇതൊന്നും ബാധിച്ചിട്ടില്ലാത്ത ഏതൊക്കെ സെഗ്മെന്റ് ഉണ്ട്? ഏതൊക്കെ സെഗ്മെന്റ് ആണ് ഫ്രീസ് ഔട്ട് ആയിരിക്കുന്നത്, അനങ്ങുന്നേ ഇല്ല? ഏതൊക്കെ സെക്ടേഴ്സ് ആണ്? ഏതൊക്കെ സെക്ടേഴ്സ് ആണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നത്? ദിസ് ഈസ് മാർക്കറ്റ് ട്രൂത്ത്. മാർക്കറ്റ് ട്രൂത്ത്. സോ മനസ്സിലാക്കേണ്ട കാര്യം, ഫെബ്രുവരി 28 അല്ലെങ്കിൽ ആ പ്രീ ക്രൈസിസ് സിറ്റുവേഷനിലുള്ള അന്നത്തെ കാര്യങ്ങളെ വെച്ചിട്ട് ആ അസംഷൻസിലാവരുത് ഇന്നത്തെ ഈ ചേഞ്ച്ഡ് മാർക്കറ്റിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. അത് മാറി. ഫെബ്രുവരി 28 ഒരു അസംഷൻസും ഇപ്പൊ വെച്ചോണ്ടിരിക്കരുത്. അത് മാറി, കംപ്ലീറ്റ്ലി മാറി. നമ്മൾ മാറിയില്ലേ? നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പൈസ കൊടുക്കുന്ന സമയത്ത് നമ്മൾ 2 വട്ടം ചിന്തിക്കാൻ തുടങ്ങിയില്ലേ, ഇപ്പൊ ഇത് വേണോ എന്ന്, ഇപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന്? ശരിയാണോ? എങ്കിൽ ഇത് തന്നെ നമ്മളുടെ മാർക്കറ്റിൽ നമ്മളുടെ കസ്റ്റമേഴ്സിനെയും ബാധിച്ചിട്ടുണ്ട്. സോ ആ ക്രൈസിസിന് മുന്നേ ഉള്ള ഒരു അസംഷനും വെച്ചുകൊണ്ടാവരുത് ഇന്നത്തെ ഈ മാറിയ മാർക്കറ്റിൽ കളിക്കാൻ ഇറങ്ങുന്നത്. ആ റിയാലിറ്റി തിരിച്ചറിയണം. മാർക്കറ്റ് ട്രൂത്ത് അറിയണം. അതിന് നിങ്ങൾ ചുമ്മാ ഒന്ന് ഇറങ്ങി, ഇപ്പം ഞാൻ മിഡിൽ ഈസ്റ്റിലുള്ളവരുടെ കാര്യം പറയാം, നിങ്ങളൊന്ന് ലുലുവിലോട്ടൊന്ന് പോയാൽ മതി. നിങ്ങളൊരു ലക്ഷറി ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഒരു കാരിഫോർ അല്ലെ ഒരു സിറ്റി സെന്ററിലോട്ടൊക്കെ ഒന്ന് ചെന്ന് കയറുക. നിങ്ങൾ ചുമ്മാ ഒരു ഓട്ടോമൊബൈൽ കമ്പനിയിൽ ഒരു ഷോറൂമിൽ, ഒരു വണ്ടിയുടെ ഷോറൂമിൽ ചെല്ലുക. അവിടെ നിൽക്കുന്ന പിള്ളേരോട് സംസാരിച്ചാൽ മതി, അവര് പറഞ്ഞു തരും എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്. നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ ഒന്ന് ചെന്നിട്ട് ഒരു ചായ കുടിച്ചോണ്ട് അവിടുത്തെ ആ കൗണ്ടറിൽ ഇരിക്കുന്നവന്റെ അടുത്ത് ചെന്ന് നിന്നൊന്ന് സംസാരിച്ചാൽ മതി, അവൻ പറഞ്ഞു തരും എന്താണ് മാർക്കറ്റ് റിയാലിറ്റി. അതാണ് റിയാലിറ്റി. മറ്റേതൊക്കെ അസംഷൻസ് ആണ്, അസംഷൻസ്. സോ ഒന്ന് ഫിനാൻഷ്യൽ ട്രൂത്ത്, 2 മാർക്കറ്റ് ട്രൂത്ത്. മൂന്നാമത്തതാണ് ഓപ്പറേഷണൽ ട്രൂത്ത്. ഓപ്പറേഷണൽ ട്രൂത്ത്. ഓപ്പറേഷണൽ ട്രൂത്ത്. നമുക്ക് എന്തും ചെയ്യാം, ബട്ട് എല്ലാം ചെയ്യാൻ പറ്റില്ല. വി ക്യാൻ ഡു എനിത്തിങ് ബട്ട് വി കനോട്ട് ഡു എവരിത്തിങ്. അതാണ് ഓപ്പറേഷണൽ ട്രൂത്ത്. ക്യാൻ ദ ബിസിനസ് റിയലി
ഡെലിവർ അണ്ടർ പ്രഷർ. എന്താണ് ഓപ്പറേഷണൽ ട്രൂത്ത്? ക്യാൻ ദ ബിസിനസ് ഡെലിവർ അണ്ടർ ദിസ് പ്രഷർ? ഈ സാഹചര്യത്തിൽ നമ്മുടെ ബിസിനസ്സിന് നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾക്ക് പോയി കണ്ണും പൂട്ടി വേണമെങ്കിൽ ഇപ്പോൾ ഓർഡർ എടുക്കാം, എവിടെ നിന്ന് വേണമെങ്കിലും. പക്ഷെ ഇത് കൊടുക്കാനുള്ള സാധനം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ലെങ്കിൽ ഇത് മാർക്കറ്റിൽ കിട്ടുന്നുണ്ടോ? ഇത് മാർക്കറ്റ് അവൈലബിൾ ആണോ? അതോ അവിടെ അതിന്റെ ഷോർട്ടേജ് ഉണ്ടോ എന്ന് നോക്കാതെ നിങ്ങൾ പോയി സെയിൽസ് മാത്രം നോക്കിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യരുത്. ഓപ്പറേഷണൽ ട്രൂത്ത് നോക്കണം. അസംഷൻ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 വാട്ടർ ടാങ്കിന്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നിമിഷങ്ങൾ കൊണ്ട് അസ്മലിക്കേക്ക് അത് എത്തിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വിത്തിൻ 15 ഡേയ്സ് ഇത് ചൈനയിൽ നിന്ന് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ബട്ട് ഓപ്പറേഷണൽ ട്രൂത്ത് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ ഇത് അവിടെ നിന്നുള്ള കണ്ടെയ്നറിനെ ബാധിച്ചിട്ടുണ്ടെന്നും 15 എന്നുള്ളത് 30 ദിവസമായി എന്ന് തിരിച്ചറിയാതെ, ആ ട്രൂത്ത് അറിയാതെ പോയി ആ സെയിൽ കമ്മിറ്റ് ചെയ്യുകയും അത് ഓർഡർ എടുക്കുകയും ചെയ്ത് വെച്ചതിന് ശേഷമാണ് നിങ്ങൾ ഈ ട്രൂത്ത് അറിയുന്നതെങ്കിൽ ക്രെഡിബിലിറ്റി പോവും. വൻ കേസ് അതിന്റെ പിന്നാലെ വരും. ഓൺ ടൈം കൊടുക്കാതെ വരുമ്പോൾ അവർക്കും അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ ഓപ്പറേഷണൽ ട്രൂത്ത് അറിയുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. അപ്പം ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ് വീക്കായിരിക്കുന്നത്? നമ്മളുടെ ടീമിന് ഈ ഈ ഈ സമയത്ത് ക്യാൻ ദേ ഓപ്പറേറ്റ് വിത്തൗട്ട് പാനിക്? എവിടൊക്കെയാണ് ഇത് നമ്മളുടെ ഓപ്പറേഷൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്? എവിടൊക്കെയാണ് നമ്മളുടെ കളക്ഷൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്? എവിടൊക്കെയാണ് നമ്മളുടെ ആ ഡിസ്ട്രിബ്യൂഷൻ ബ്രേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്? എവിടൊക്കെയാണ് ഒരു ഫൗണ്ടർ ഡിപ്പെൻഡൻസി വരുന്നത്? ഫൗണ്ടർ അതിന്റെ ഒരു ബോട്ടിൽ നെക്കായിട്ട് വരുന്നത് എവിടൊക്കെയാണ്? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്? അനദർ ഫോം ഓഫ് റിവോപ്സ്. ഓപ്പറേഷണലി എവിടൊക്കെയാണ് നമുക്ക് പോരായ്മകളുള്ളത്? കാരണം ആ പ്രതിസന്ധിക്ക് മുന്നേ ഉള്ള ഓപ്പറേഷണൽ സിസ്റ്റം അല്ല, അല്ലെങ്കിൽ റിയാലിറ്റി അല്ല ഇപ്പോ. ആ മാറിയ സാഹചര്യത്തിൽ കംപ്ലീറ്റ്ലി ഇത് മാറിയിട്ടുണ്ട്. ആ ഓപ്പറേഷൻസ് ട്രൂത്ത് നമുക്കറിയാൻ പറ്റണം. നമ്മൾ ഈ പറഞ്ഞ ക്യാഷ് റിസർവ് ആണ് നമ്മൾ എമർജൻസി ഫണ്ട് എന്നൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, അതിന്റെ പേരാണ് റെയിനി ഡേ ഫണ്ട്. റെയിനി ഡേ ഫണ്ട് ഇതും ഒരു ബിസിനസിന്റെ നല്ല കാലത്ത് ഉണ്ടാക്കി വെക്കേണ്ട ഒരു സാധനമാണ്. എന്താണ് റെയിനി ഡേ ഫണ്ട്? നമ്മുടെ എംപ്ലോയീസ് നമ്മളെ മാത്രം വിശ്വസിച്ച്, നമ്മളുടെ വാക്ക് വിശ്വസിച്ച് നമ്മളുടെ കൂടെ നിൽക്കുന്നവരാണ്. അവർക്കും ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടാവാം, പല പ്രശ്നങ്ങൾ ഉണ്ടാവാം. അവർക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായെന്ന് വരാം, പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖം വന്നെന്ന് വരാം, പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാശിന് ആവശ്യം വന്നെന്ന് വരാം, അല്ലെങ്കിൽ അവരുടെയോ അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവർക്കോ ഒരു ആവശ്യം വന്നു എന്ന് വരാം. ഒരു റിയൽ സിനാരിയോ വന്നു എന്നിരിക്കട്ടെ. ആ സമയത്ത് അവരെ സഹായിക്കാൻ വേണ്ടി കമ്പനിയിൽ വെച്ചിരിക്കുന്ന പണത്തിന്റെ പേരാണ് റെയിനി ഡേ ഫണ്ട്. ഇത് നമുക്കൊരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യാൻ. ഏത്? റിസർവ് ഫണ്ട്, ക്യാഷ് റിസർവ്, അല്ലെങ്കിൽ നമ്മുടെ റൺവേ എന്ന് പറയും. അതുപോലെ തന്നെയാണ് എംപ്ലോയീസിന് ഒരാവശ്യം വരുന്ന സമയത്ത് എടുത്തു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ മറ്റൊരു റിസർവ് വേണം. അതിന്റെ പേരാണ് റെയിനി ഡേ ഫണ്ട്. അപ്പം ഈ റെയിനി ഡേ ഫണ്ടൊക്കെ ഉണ്ടെങ്കിലുള്ള ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരിപ്പം ഒരു അഡ്വാൻസ് സാലറി ചോദിക്കുന്നു, അല്ലെങ്കിൽ അവര് എന്തെങ്കിലും അവരുടെ ഒരു ആവശ്യം പറയുന്നു, അല്ലെ ഒരു ഹോസ്പിറ്റൽ കേസ് പറയുന്നു, അല്ലെ ഒരു കല്യാണത്തിന്റെ കാര്യം പറയുന്നു, അല്ലെ പെങ്ങളെ കെട്ടിക്കുന്ന കാര്യം, അല്ലെ ഒരു വീട് പണിയുടെ കാര്യം പറയുന്ന സമയത്ത്, അല്ലെ അവർ ഒരു വണ്ടി എടുക്കാൻ പോകുന്നു, ആ സമയത്ത് നമുക്ക് അവർക്ക് ഒന്ന് കൊടുത്ത് സഹായിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ടിന്റെ പേരാണ് റെയിനി ഡേ ഫണ്ട്. ഇതിന്റെ ഗുണം എന്താന്ന് ചോദിച്ചാൽ, അവരുടെ ഒരു ആവശ്യത്തിന് നമ്മൾ സഹായിച്ചാൽ നമ്മളുടെ ഒരു ആവശ്യത്തിന് അവർ തിരിച്ചും സഹായിക്കും. അവനൊരു പ്രതിസന്ധി വന്നപ്പോൾ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു, അപ്പൊ നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ അവരും കൂടെ നിൽക്കും. സോ അവരെ ആ രീതിയിൽ സഹായിക്കാനുള്ള ഒരു റിസർവ് ഫണ്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് റെയിനി ഡേ ഫണ്ട്. നാലാമത്തതാണ് വെരി ഇമ്പോർട്ടൻറ്റ്, സൈക്കോളജിക്കൽ ട്രൂത്ത്. സൈക്കോളജിക്കൽ ട്രൂത്ത്. സൈക്കോളജി വാട്ട് ഈസ്, ഇപ്പം നമ്മൾ ഇവിടെ നോക്കിയത് എന്താണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, ഇവിടെ നോക്കിയത് എന്താണ് മാർക്കറ്റിലെ സ്റ്റാറ്റസ്, ഇവിടെ നോക്കിയത് എന്താണ് ഇപ്പോഴത്തെ ഓപ്പറേഷണൽ സ്റ്റാറ്റസ്. ഇവിടെ നോക്കുന്നത് സൈക്കോളജിക്കൽ ട്രൂത്ത് ഈസ്
വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദ ഓണേഴ്സ് മൈൻഡ്. ഇവിടെ ഇതിൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത്? അതാണ് സൈക്കോളജിക്കൽ ട്രൂത്ത്. ഓണറുടെ തലയ്ക്കകത്ത് എന്താണ് ഇപ്പോൾ? അത് ഭയമാണോ, അതോ ഓവർ കോൺഫിഡൻസ് ആണോ, അതോ ഇതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് ഡിനേ ചെയ്യുന്ന ഒരു രീതിയാണോ, അതല്ല ഷെയിം, നാണക്കേടാണോ, അതല്ല ഇപ്പം സോഷ്യൽ ഇമേജ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതാണോ, അതോ പഴയ കാലത്തെ സക്സസിലേക്ക് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഒരു മെന്റാലിറ്റി ആണോ? അവർ ഏതിനോടാണ് റിയാക്ട് ചെയ്യുന്നത്? ഈഗോയോടാണോ, ഓവർ കോൺഫിഡൻസിനോടാണോ, ഭയത്തോടാണോ? എങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്യുന്നത്? പലപ്പോഴും റിയാലിറ്റിയോടല്ല ബിസിനസ് ഓണേഴ്സ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവരുടെ ഉള്ളിൽ ഒരു ഈഗോ കടന്നു കയറും. ആ ഈഗോ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഐ നോ മൈ ബിസിനസ്. ഇതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാണ്. എത്ര യുദ്ധം നമ്മൾ കണ്ടേക്കുന്നു. ഡയലോഗ് കേൾക്കുന്നുണ്ടല്ലോ ഇപ്പൊ അല്ലേ? എത്ര എണ്ണം. ഇതൊക്കെ വെറും ടെമ്പററിയാണ്, താൽക്കാലികം മാത്രമാണ്. ഇതൊക്കെ തിരിച്ചു വരുമെന്ന് ഒരു കുഴപ്പമില്ലെന്ന്. നമുക്ക് എപ്പോ വേണേലും എത്ര വേണേലും കാശുണ്ടാക്കാൻ പറ്റും. നമ്മളെ വിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് പോകത്തൊന്നുമില്ല. ദുബൈ മാർക്കറ്റിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവനാണ് ഈ കെ ജോസഫ്. ഞങ്ങളുടെ ബിസിനസ്സിനെ ഇതൊന്നും ബാധിക്കത്തില്ലല്ലോ. കംപ്ലീറ്റ് നോൺസെൻസ്. ഈ ഡയലോഗ് കേൾക്കുമ്പോഴേ ഓർത്തോണം, ഇവന് ഒരു മാങ്ങാത്തൊലി അറിയത്തില്ല. കാരണം ക്രൈസിസ് സമയത്ത് ഏറ്റവും ഡേഞ്ചറസ് എന്ന് പറയുന്നത് യുവർ ഓവർ കോൺഫിഡൻസ് മൈൻഡ് സെറ്റ്. ഐ നോ ദാറ്റ്. പിന്നെ പണ്ട് ഗൾഫ് വാർ വന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നമ്മൾ ഇതിനെയൊക്കെ എത്ര കണ്ടേക്ക്. തലയ്ക്ക് മേലേക്കൂടെ മിസൈൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാവും പണ്ടത്തെ കുവൈറ്റ് വാറിന്റെ കാര്യം പറയുന്നത്. ഇപ്പൊ രക്ഷപ്പെടണേ ഏതെങ്കിലും മരത്തിന്റെ അടിയിലോ അല്ലെ വല്ല ബിൽഡിങ്ങിലോ കയറിക്കോണം. സോ ഈ ഡയലോഗുകളും അടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വേണ്ട. കാരണം ഇങ്ങനെയുള്ള ഈ കംഫർട്ടബിൾ ആയിട്ടുള്ള കള്ളങ്ങൾ, ഇതൊക്കെ നമ്മുടെ കംഫർട്ടിന് വേണ്ടി നമ്മള് പാനിക് അല്ലാന്ന്, നമുക്ക് പേടിയൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞുണ്ടാക്കുന്ന കള്ളങ്ങളാണ് ഇതൊക്കെ. കംഫർട്ടബിൾ ലൈസ് എന്ന് പറയും. ഈ കംഫർട്ടബിൾ ലൈസ് അതെന്ത് ചെയ്യുമെന്നറിയോ? നിങ്ങളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ആളുകളെ കൊല്ലും. സോ ദയവ് ചെയ്ത് ബീങ് എ കമാൻഡർ, നിങ്ങൾ ഇങ്ങനെയുള്ള കംഫർട്ടബിൾ കള്ളങ്ങൾ വിശ്വസിച്ചോ അല്ലെങ്കിൽ പറഞ്ഞു നടന്നോ നിങ്ങളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ആളുകളെ കൊല്ലരുത്. കാരണം അങ്ങനെയുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള കള്ളങ്ങൾ വിശ്വസിക്കുന്ന, പറഞ്ഞു നടക്കുന്നവരുടെ ഏറ്റവും ആദ്യം ബാധിക്കുന്ന കാര്യം ക്യാഷ് ഫ്ലോ ആയിരിക്കും. ആ ക്യാഷ് ഫ്ലോയെ ബാധിക്കുന്നത് പിന്നീട് പ്രോഫിറ്റിലേക്ക് മാറും. കാരണം ക്യാഷ് ഫ്ലോ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ പ്രൈസ് കുറച്ച് കൊടുക്കും. അവിടെ അത് എന്തിലേക്ക് ബാധിക്കും? പ്രോഫിറ്റിലേക്ക് ബാധിക്കും. പ്രോഫിറ്റും കുറഞ്ഞ് ക്യാഷും ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും. കോൺഫിഡൻസും കൂടെ പോയി കഴിയുമ്പോൾ കാശും ഇല്ല, പ്രോഫിറ്റും ഇല്ല, കോൺഫിഡൻസും ഇല്ല, ബിസിനസ്സും ചത്തു. 4 ലെവലിലാണ് ഈ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഈ കംഫർട്ടബിൾ ലൈസ് നമ്മളെ ഇല്ലാതാക്കുന്നത്. ഒന്ന്, ആദ്യം ഇത് നമ്മുടെ ക്യാഷ് ഫ്ലോയെ ബാധിക്കും. കാരണം റിയാലിറ്റി മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മൾ സീരിയസ് അല്ലാതെ നമ്മൾ ക്യാഷിനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങും. അതുവഴി ക്യാഷ് ഫ്ലോ ഇല്ലാതാവും. ഇറ്റ് കിൽസ് യുവർ ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് കയ്യിൽ കാശില്ലാതെ വരുമ്പോൾ നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കാൻ തുടങ്ങും, ഡിസ്കൗണ്ട് കൊടുക്കും, പാനിക് ഡിസ്കൗണ്ട് കൊടുക്കും. അതുവഴി നമ്മുടെ പ്രോഫിറ്റ് ഇല്ലാതാകും. കാശും ഇല്ല, പ്രോഫിറ്റും ഇല്ലാതായി കഴിയുമ്പോൾ കോൺഫിഡൻസ് ഇല്ലാതാകും. കാശും ഇല്ല, പ്രോഫിറ്റും ഇല്ല, കോൺഫിഡൻസും ഇല്ലാതായി കഴിയുമ്പോൾ ആ ബിസിനസ് തന്നെ പൊളിയും. സോ വാട്ട് ഈസ് ദ റിയാലിറ്റി? അത് നമ്മൾ അറിഞ്ഞിരിക്കണം.